ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. Today we are going to make the concluding part of the 370 article. We already discussed about the princely states which were earlier reluctant but ultimately integrated with Indian Union. So coming about Kashmir, it was a purely, a decision making by the King Hari Singh. He wanted to be neutral, remain as an independent state. This princely state with a Hindu king ruling over a predominant Muslim population which had remained reluctant to join either of the two dominions. പാകിസ്ഥാനുമായിട്ടും താല്പര്യമില്ല അവർക്ക്, ഇന്ത്യയുമായിട്ടും താല്പര്യമില്ല. ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആയിട്ട് നിലകൊള്ളണം എന്നുള്ള ഒരു സ്റ്റാൻഡാണ് അവിടുത്തത്. ദി കേസ് ഓഫ് ദി സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് കിങ്ഡം വാസ് നോട്ട് ജസ്റ്റ് വെരി ഡിഫറൻസ് ബട്ട് ഓൾസോ വൺ ഓഫ് ദി ലാർജസ്റ്റ് ആസ് ഇറ്റ് ഹാവ് ഇമ്പോർട്ടൻറ്റ് ഇൻ്റർനാഷണൽ ബൗണ്ടറീസ് ഒരുപാടുള്ള ഏറ്റവും സ്ട്രാറ്റജിക്കലി വൈറ്റലായിട്ട് പ്ലേസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കാശ്മീർ. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തലയാണത്. കാശ്മീർ ഇല്ലെങ്കിൽ തലയില്ലാത്ത ഇന്ത്യയായി പോവും, അല്ലേ? നമ്മൾ സിമ്പിൾ ലാംഗ്വേജിൽ നമ്മുടെയൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. സോ ഇറ്റ് വാസ് റിയലി വെരി വെരി ബാഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഇന്ത്യയുമായിട്ട് വിലയം പ്രാപിക്കാൻ രാജാ ഹരി സിംഗ് തയ്യാറല്ല എന്നുള്ളൊരൊറ്റ കാരണത്താൽ എല്ലാ ചർച്ചകളും അവിടെ മുടങ്ങി. ഒരുപാട് നമ്മളുടെ ഡിപ്ലോമാറ്റ്സ്, ഈവൻ ബി പി മേനോനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓടി. അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ രാജാ ഹരി സിംഗ്, ലൈക്ക് എനി അതർ പ്രിൻസിലി സ്റ്റേറ്റ് കിങ്, ഹി വാസ് നോട്ട് അറ്റ് ഓൾ റെഡി. അദ്ദേഹം തയ്യാറാകുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു നമ്മൾ കാശ്മീർ വിലയമായിട്ട് കടന്നുപോയത്. ദി കിങ് ഹരി സിംഗ് ഹി പ്രപ്പോസഡ് എ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ് ടു ബോത്ത് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ് എന്നുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഒരു പ്രസ്താവന വെക്കുമ്പോഴത്തേക്ക് അതിനർത്ഥം എന്താണ്? ഞങ്ങൾ എങ്ങനെയാണോ നിലകൊണ്ടിരുന്നത് അതുപോലെ നിലകൊള്ളും. ഇന്ത്യ ഇൻഡിപെൻഡൻ്റായി, ഫൈൻ, നോ പ്രോബ്ലം, ബട്ട് ഞങ്ങൾ ഇങ്ങനെ തുടർന്നോളാം, ഞങ്ങൾക്ക് ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ഒരുപോലെയാണ് എന്നുള്ള ഒരു രീതിയാണ് ആ സമയത്തുണ്ടായത്. പാകിസ്ഥാൻ ഓർഡേർഡ് ടു ദി സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ് ബട്ട് ഇൻവേഡഡ് ദി കാശ്മീർ ഫ്രം നോർത്ത് വിത്ത് ആൻ ആർമി ഓഫ് സോൾജേഴ്സ് ആൻഡ് ട്രൈബ്സ്മാൻ ക്യാരിയിങ് വെപ്പൺസ്. സ്റ്റാൻഡ് സ്റ്റിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഏകദം എഗ്രി ചെയ്തതിൻ്റെ കൂടെ പുറത്തിൽ അവർ ഈ കബാലീസ് എന്ന ട്രൈബ്സ്മാനാണ്, പസ്തൂൺ ട്രൈബ്സ്മാനാണ്. കബാലീസിനെ അവിടെ നിന്ന് ഇളക്കി വിട്ടു. അവർക്കറിയാം ഇൻ്റർനാഷണൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, UN നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡയറക്റ്റ് അറ്റാക്ക് നടന്നാൽ അവർക്ക് എഗൻസ്റ്റ് പോകാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവർ പസ്തൂണിലെ ട്രൈബ്സ്മാനെ, കബാലീസ് എന്നറിയപ്പെടുന്ന കബാലീസിയെ പറഞ്ഞു വിട്ടു. അതിൻ്റെ കൂടെ ഇറഗുലർ ആർമി പേഴ്സണും വന്നു. അങ്ങനെ അവർ, എനിക്ക് തോന്നുന്നു 26 ഒക്ടോബറാന്ന് തോന്നുന്നു, ഒരു അറ്റാക്ക് നടത്തുകയാണ് കാശ്മീരിൽ. അപ്പോൾ അവരവിടുന്ന് മുകളിൽ നിന്ന് അറ്റാക്ക് നടത്തി വരികയാണ്. അതിനെപ്പറ്റി അറിഞ്ഞതോടുകൂടി ഇവിടെ ഭയങ്കര വിഷയമായി. അപ്പോൾ അവരുടെ ഒരു മന്ത്രിയെ വിട്ടിട്ട് ഡൽഹിയിലേക്ക് വിട്ട് ഹരി സിംഗ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, നമ്മളെ ആർമി വിട്ട് സഹായിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കൺട്രി ആവണ്ടേ, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് അല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യുക, ആദ്യം ഇൻ്റഗ്രേഷൻ ആവുക, ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ സൈൻ ചെയ്യൂ, പിന്നെ ഞങ്ങളെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും നിങ്ങളെ നോക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചപ്പോഴത്തേക്ക് ഹരി സിംഗ് പ്രയാസമായ ഹരി സിംഗിന്. അപ്പോഴത്തേക്ക് ഇവരിങ്ങ് കുറേ ഇങ്ങോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കബാലീസ്. അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, ഉറി വരെ എത്തി. അപ്പോൾ ഇവരുടെ ഒരു കാശ്മീരിലെ ആർമിയുടെ ഒരു വാലിയൻ്റായിട്ട് അവർ ഫൈറ്റ് ചെയ്തു.
അവരുടെ ഒരു ബ്രിഗേഡിയർ രാജേന്ദ്ര സിംഗ് മരിച്ചു വീഴുകയുണ്ടായി. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു, ഉറിയിലുള്ള പാലമുണ്ടല്ലോ, ഉറിയിലൊരു ബ്രിഡ്ജുണ്ട്, ബാരാമുള്ളയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉറിയിലൊരു ബ്രിഡ്ജുണ്ട്, ആ പാലം തകർത്തു. ആ പാലം നമ്മുടെ കാശ്മീരികൾ തന്നെ തകർത്തു, കാശ്മീരി സേന. പക്ഷെ അവിടെ ഭയങ്കര ഫൈറ്റാണ് നടന്നത്. അങ്ങനെ ബ്രിഗേഡിയർ രാജേന്ദ്ര സിംഗ് അതിനകത്ത് ജീവൻ ബലിയർപ്പിക്കുകയുണ്ടായി. പക്ഷേ ഈ പാലം തകർന്നതോടുകൂടി അവരവിടെ ബ്ലോക്കായി. അങ്ങനെ 2 ദിവസം സമയം കിട്ടുകയാണ് നമുക്ക് പാകിസ്ഥാൻ്റെ അറ്റാക്കുന്നത്. ഈ ഒരു പാലം തകർന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് പാകിസ്ഥാനിലായിരിക്കും ഈ ശ്രീനഗറെല്ലാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കിന് അവർക്ക് അതിൻ്റെ ഭീതി മനസ്സിലായി. രാജ അവരുടെ പരിവാരങ്ങളുമായിട്ട് എല്ലാ വെഹിക്കിൾസും കൊണ്ട് ജമ്മുവിലേക്ക് ചാടി. ജമ്മുവിൽ പോയിട്ട് ഇവിടുന്ന് ശ്രീനഗറിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അവിടുന്ന് എഗൈൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സൈൻ ചെയ്യുന്നില്ലയോ, നിങ്ങൾ സൈൻ ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇന്ത്യ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സൈൻ ചെയ്യുകയുണ്ടായി. സൈൻ ചെയ്ത് ഉടനെ തന്നെ അവർ പറഞ്ഞു ഇതൊരു ടെമ്പററിയാണ് സൈൻ ചെയ്യുന്നത്, അതാണെന്നൊക്കെ അയാൾ കുറേ പറഞ്ഞു. രാജാക്കന്മാരല്ലേ, പഴയ രാജാക്കന്മാരല്ലേ, അവരുടെ അത് പെടത്തില്ലല്ലോ. അപ്പോൾ ആ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ എന്ന് പറഞ്ഞാൽ അതിൽ അദ്ദേഹത്തിൻ്റെ പേര് വർണ്ണിച്ചിരിക്കുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയും നീണ്ട പേരാണ് രാജാവിന്. ഞാനതൊന്ന് പറയാം. അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ്റെ തുടങ്ങുന്നത് ഐ ശ്രീമാൻ ഇന്ദർ മഹേന്ദ്ര രാജരാജേശ്വർ മഹാരാജ ധീരജ് ശ്രീ ഹരിസിംഗ് ജി റൂളർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ഇത്രയും നീണ്ടൊരു പേരിലാണ് അയാൾ സൈൻ ചെയ്തിരിക്കുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ സൈൻ ചെയ്തതോടുകൂടി നമ്മൾ ഡൽഹിയിൽ നിന്ന് നമ്മുടെ ആർമി പേഴ്സണെ എയർലിഫ്റ്റ് ചെയ്ത് ശ്രീനഗറിൽ വിട്ടു. എന്നിട്ട് ശ്രീനഗറിൽ നിന്ന് അവിടുത്തെ ലോക്കൽ സേനയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് അവർ ഫൈറ്റ് തുടങ്ങി. ഇതിനിടയിൽ അവിടെ കുറച്ച് മുസ്ലിം ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂറുമാറി അങ്ങോട്ട് മാറി. ആരുടെ കൂടെ? കബാലിസിൻ്റെ കൂടെ കൂടു, ഇന്ത്യക്ക് അഗൻസ്റ്റ് യുദ്ധം ചെയ്യും. കുറേ പേര് പോയില്ല, കുറച്ച് പേര് പോയി. ഈ സമയത്ത് ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെയൊക്കെ ഒരു ലീഡറായിരുന്നു. ഈ ഫാറൂഖ് അബ്ദുള്ളയുടെ ഫാദറാണ്. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ഒമർ അബ്ദുള്ളയുടെ ഗ്രാൻഡ് ഫാദറാണ്. ഷെയ്ഖ് അബ്ദുള്ള വാസ് ഇൻ ജയിൽ. അയാളൊരു സെക്കുലർ ഇതിൽ പോരാടിക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ആ സമയത്ത്. അദ്ദേഹത്തിനെ രാജാ ഹരിസിംഗ് ജയിലിലിട്ടിരുന്നു. അപ്പോൾ നെഹ്റു പറഞ്ഞിരുന്നു ഷെയ്ഖ് അബ്ദുള്ളയെ നിങ്ങൾ തുറന്നു വിടണം. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ സൈൻ ചെയ്തതോടുകൂടി അദ്ദേഹത്തിനെ പുറത്തു വിട്ടു. കാരണം അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ലോക്കൽ പബ്ലിക്കിനെ കൂടെ നിർത്താൻ പറ്റുള്ളൂ എന്ന് നെഹ്റുവിന് അറിയാമായിരുന്നു. അങ്ങനെ നെഹ്റു അദ്ദേഹത്തിനെ വിടുവിച്ചു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ അയാൾ ഫുൾ സപ്പോർട്ടിൽ വന്നു ഇന്ത്യയുടെ. അങ്ങനെ ഇന്ത്യ തിരിച്ചടിക്കാൻ തുടങ്ങി. തിരിച്ചടിച്ച് മാക്സിമം ആളുകളെ അവിടുന്ന് ഓടിച്ചു. ഒരുപാട് പേര് ഡിസ്പ്ലേസായി. വലിയൊരു ഫസ്റ്റ് വാർ അഗൻസ്റ്റ് പാകിസ്ഥാനാണത്. ആദ്യം കബാലികളായിരുന്നെങ്കിലും പിന്നീട് പാകിസ്ഥാൻ സേനയും വന്നു, ഇന്ത്യൻ സേനയും വന്നു. പിന്നെ ശരിയായ ഒരു പ്രോപ്പർ യുദ്ധമായിട്ട് അത് മാറി. സോ അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ മൗണ്ട് ബാറ്റൺ പറഞ്ഞു ഇതൊരു വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീനാണ്. ഇത് സാധാരണ ഒരു വിലയം പോലെയല്ല. കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ടഫ്. ഇവിടെ പ്ലബിസൈറ്റ് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഷെയ്ഖ് അബ്ദുള്ളയുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് പ്ലബിസിറ്റി നടത്തിയാലും എല്ലാവരും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഭയങ്കര ഷുവറായിരുന്നു നെഹ്റു. ഓക്കെ, നടത്താനുള്ള പ്രശ്നമൊന്നുമില്ല, അത് നമുക്ക് പതിയെ നടത്താം, തൽക്കാലം ഇപ്പോൾ ഇതിങ്ങനെ യുദ്ധം ഇങ്ങനെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 2 നവംബറിന് നെഹ്റു എന്ത് ചെയ്തു, ഒരു പബ്ലിക് സ്പീച്ച് നടത്തി നമ്മൾ പ്ലബിസൈറ്റ് നടത്തുകയാണ്, എല്ലാവരും ഇന്ത്യക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇന്ത്യ ഇൻ എ ഫിക്സ്. അത് അദ്ദേഹം വളരെ കോൺഫിഡൻ്റായി പറഞ്ഞൊരു കാര്യമാണെങ്കിൽ പോലും അത് പിന്നീട് തലവേദനയായി. പാകിസ്ഥാൻ പറഞ്ഞാൽ പ്ലബിസൈറ്റ്, പാകിസ്ഥാൻ വിചാരിക്കുന്ന മുസ്ലിങ്ങളല്ലേ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ്. അപ്പോൾ UN നല്ലൊരു പോയിൻ്റ് ഇന്ത്യയുടെ ഫേവറിൽ അവിടെ കളിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് ഇട്ടു. UN മനസ്സിലായി ഇതൊക്കെ വിഷയം വരുമ്പോൾ, റിലീജിയൻ വരുമ്പോൾ ചിലപ്പോൾ മുസ്ലിങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യക്ക് കാശ്മീർ വിട്ട് കളയാന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അവിടെ കുറച്ച് ബ്രിട്ടീഷ് ആർമിയിലൊക്കെ ഉണ്ടായിരുന്ന കുറേ ആളുകളൊക്കെ
അഡ്വൈസ് ചെയ്തിട്ട് UN ഇടപെട്ടിട്ട് UN പറഞ്ഞു ഓക്കെ പ്ലെബിസൈറ്റ് നടക്കണമെങ്കിൽ ദർ ഈസ് സം പ്രീ കണ്ടീഷൻസ്. വാട്ട് ഈസ് ദാറ്റ്? ഒന്ന്, കംപ്ലീറ്റ് ആദ്യം പാകിസ്ഥാൻ സേന കാശ്മീരിൽ നിന്ന് കംപ്ലീറ്റ് തിരിച്ചു പോകണം. കാരണം മുസാഫർബാദിൻ്റെ അപ്പുറത്തുള്ള അവരുടെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ ഇപ്പോഴും അവർ നിൽക്കുകയാണ് പാകിസ്ഥാൻ സേന. വേറെ ആ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ അതും രാജാ ഹരിസിങ്ങിൻ്റെ സ്ഥലം തന്നെയാണല്ലോ. അപ്പോൾ അവർ ഫുള്ള് പോയിട്ടില്ല, നമ്മളാ LOCയിൽ വന്ന് നമ്മളും കിടക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം പാകിസ്ഥാൻ സേന കംപ്ലീറ്റ് കാശ്മീരിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണം, അതിനുശേഷം അത് എൻഷുർ ചെയ്തതിന് ശേഷം ഇന്ത്യൻ സേനയും വെക്കേറ്റ് ചെയ്യണം, എന്നിട്ട് പ്ലബിസൈറ്റ് നടത്തണം. സേനയുള്ളപ്പോൾ പ്ലബിസൈറ്റ് നടത്തുന്നത് വെറും ഒരു നിരർത്ഥകമായ കാര്യമാണ്, അതിനൊരു കാര്യമില്ല. ആ ഒരു പോയിൻ്റ് സംഭവം അതിന് പാകിസ്ഥാൻ അവരുടെ ഇൻ്റർപ്രിട്ടേഷൻ, ഇന്ത്യ അവരുടെ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആ പോയിന്റിലാണ് ഇന്ന് നമ്മളും പിടിച്ചിരിക്കുന്നത്. കാരണം ആ പാകിസ്ഥാൻ സേന പോട്ടെ, എന്നിട്ട് നമ്മുടെ ഇന്ത്യൻ സേന പിൻവലിക്കുന്ന നമുക്ക് ആലോചിക്കാമെന്നുള്ള രീതിയിൽ അവർക്കൊരിക്കലും അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. POK നമ്മൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തി അവിടെ ആകെ തുരത്തി ഓടിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ഈ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അത് തൽക്കാലം തോന്നുന്നില്ല. ഇപ്പോൾ വേറൊരു ഐഡിയ വരുന്നത് ഈ പാകിസ്ഥാനൊക്കെ വീട് കാശ്മീർ എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം അവിടുത്തെ ഉള്ള ഗന്ധികയൊക്കെ നമുക്ക് വേണമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു പ്രശ്നം വന്നത്. അങ്ങനെ അവരെല്ലാം ഓടിച്ച് ഇൻസ്ട്രുമെൻ്റൊക്കെ സൈൻ ചെയ്ത് ഇന്ത്യയോട് ചേർന്നപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ വെച്ചു. ഈ കാശ്മീരിലെ മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയായിട്ട് ഈ ഷെയ്ഖ് അബ്ദുള്ളയെ അങ്ങ് എന്തു പറയുന്നത് നിയോഗിച്ചു. ഓക്കെ, എന്നിട്ട് പിന്നെ നെഹ്റു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും കാശ്മീർ പ്രൈം മിനിസ്റ്ററുമാണ് ചർച്ചകൾ നടത്തുന്നത്. അത് തന്നെ ഒരു ഭയങ്കര ബിസയർ ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നും, വിചിത്രമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. എനിവേ അങ്ങനെ നടന്നു. കൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വന്നു, അവരുടെ മീറ്റിംഗ് നടന്നു. 25 സീറ്റ്സ് ഇപ്പോഴും POKക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ. അങ്ങനെ അവരെന്ത് പറഞ്ഞു, ഈ ഇത്രയും ഗതികളായപ്പോൾ ഒരു ഡൽഹി എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ സംഭവം നടന്നു. ഡൽഹി എഗ്രിമെൻ്റ് നടന്നപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കണം. അങ്ങനെയാണ് ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞ ഒരു ഭൂതം ഉണ്ടായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഓക്കെ, അതിൻ്റെ ഒരു ആർട്ടിക്കിൾ 370 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ ഒരു സിമ്പിൾ പറയാം. ആർട്ടിക്കിൾ 370 ആൻഡ് അതിൻ്റെ കൂടെ തന്നെ 35A, ആർട്ടിക്കിൾ 35A എനേബിൾ ആവുന്നതാണ്. വെർ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഗ്രാൻറ്റിംഗ് സ്പെഷ്യൽ ഓട്ടോണമസ് സ്റ്റാറ്റസ് ടു JNK, ജമ്മു ആൻഡ് കാശ്മീർ. അതിൻ്റെ കീ പോയിൻറ്റ്സ് എന്നത് ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞാൽ ടെമ്പററി പ്രൊവിഷനാണ്. അത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനെപ്പറ്റി. ടെമ്പററി പ്രൊവിഷനാണ്, മാക്സിമം ഒരു 10 ഇയേഴ്സിനായിരുന്നു. അതാണ് ഈ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ സംഭവം ഇതുവരെ പ്രൊലോങ് ചെയ്ത് 2019 വരെ അത് കീഞ്ചിക്കലായ. ഓക്കെ, 370 പറഞ്ഞാൽ എനേബിൾ JNK ടു ഹാവ് ഇറ്റ്സ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്വന്തം കോൺസ്റ്റിറ്റ്യൂഷൻ, സ്വന്തം ഫ്ലാഗ് ആൻഡ് ഇൻറ്റേർണൽ അഡ്മിനിസ്ട്രേഷൻ ഓട്ടോണമി, സ്വന്തമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇറ്റ് റിക്വയർഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൺകറൻസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺകറൻസ് വേണം ഏതൊരു കാര്യത്തിനും. ഓക്കെ, ഇൻ മോസ്റ്റ് ലോസ്, എന്തൊരു ലോ ഉണ്ടാക്കിയാലും സെൻട്രൽ ഗവൺമെൻറ് ചെയ്തു എന്ന് റൂളൊന്നും അവിടെ ബാധകമാവില്ല, നിർബന്ധമല്ല. സെൻട്രൽ ഇടപെടുന്നത് ഓൺലി ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, ഫൈനാൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതെല്ലാം സെൻട്രലിൻ്റെ ഇതിൽ വരുന്നുണ്ട്. ബാക്കി കംപ്ലീറ്റ് എന്തൊരു റൂൾ ഉണ്ടാക്കിയാലും അവർക്കത് ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. അതിന് വാട്ട് ഈസ് 35A? 35A എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻറ്റ് ഡെഫിനിഷൻ. അതായത് അവിടുത്തെ സ്ഥലം അവിടുത്തുകാർക്ക് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. ഔട്ട്സൈഡർ JNK എന്നൊരാൾക്ക് അവിടെ സ്ഥലം വാങ്ങിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനെ ഭയങ്കര ക്രിറ്റിസിസമായി. ബീയിങ് ഡിസ്ക്രിമിനേറ്ററി പർട്ടിക്കുലർലി അഗേൻസ്റ്റ് വിമൻ ഹൂ മാരീഡ് ഔട്ട്സൈഡ് ദി സ്റ്റേറ്റ്. പ്രത്യേകിച്ച് വളരെയധികം ഡിസ്ക്രിമിനേഷനാണ് ഇത് എന്നിട്ട് എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച്
ഇപ്പോൾ ഒരു കാശ്മീരി യുവതിയെ പുറത്തേക്ക് കല്യാണം കഴിക്കുകയാണെങ്കിൽ അവൾ പിന്നെ അവിടുത്തെ സ്വാതന്ത്ര്യം നശിച്ചു, അവൾക്ക് പിന്നെ അവിടെ ലാൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് ആബ്രോഗേഷൻ ആവുന്നത് 5 ഓഗസ്റ്റ് 2019. അതായത് അത് ആവുന്നത് abrogation and impact. The government used a presidential order to render Article 370 inoperative. ഒരു പ്രസിഡൻഷ്യൽ ഓർഡറോടുകൂടിയാണ് നമ്മളത് ഇല്ലാതെയാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അവരുടെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ സ്റ്റേറ്റും എല്ലാവരും ഒരുപോലെ. ഇന്ത്യൻ ഡെമോക്രസി നിങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും പാർസി ആയാലും ബുദ്ധനായാലും ഏതൊരു വ്യക്തിക്കും ഒരേപോലെ ഇവിടെ ജീവിച്ച് മരിക്കാൻ സ്വാതന്ത്ര്യം വേണം. ഒരാൾക്ക് പ്രത്യേകത കൊടുക്കാനും അതൊന്നും ഈവൻ റിസർവേഷൻ ഉണ്ടല്ലോ എമംഗ്സ്റ്റ് ആദിവാസി ട്രൈബ്സ് SC/ST ഒക്കെ കൊടുക്കുന്ന അത് തന്നെ. ഐ തിങ്ക് ഇറ്റ് ഈസ് ഹൈ ടൈം വി ഷുഡ് റിവ്യൂ ഇറ്റ്. പക്ഷെ ആരും ചെയ്യില്ല അത്. അപ്പോൾ ഇതൊക്കെയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. കബാലീസിൻ്റെ ആക്രമണം എന്തെല്ലാം ഈ ഇന്ത്യ സഹിച്ചു. നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം ഇൻവേഡേഴ്സിനെ കൊണ്ടും കൊള്ളക്കാരും കൊലയാളികളും ഏതൊക്കെ നൂറ്റാണ്ടിൽ വന്ന് ഇവിടെ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ വി ആർ എ ഗ്രേറ്റ് കൺട്രി. വി ആർ ഫൈറ്റിംഗ് എ വെരി ഓഡ് അഗൻസ്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സമാധാനിക്കാം. നമ്മൾ ഒരു നല്ല രാജ്യത്താണ് ജീവിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ ഒരു ഡെമോക്രസിയാണ്. ഓക്കെ, നാഷണൽ ഇൻറ്റഗ്രിറ്റിയാണ്. ഇതിൽ കുറേ മിസ്യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ടെങ്കിലും അതിലൊക്കെ ഏറ്റവും മുന്തിയേക്കുന്നത് ഇവിടുത്തെ ജാതി മതഭേദമല്ലാതെ നിൽക്കുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റി അത് ശരിയായ സെക്കുലർ എല്ലാ ജാതി മതത്തിലുള്ളവരും അത്യന്തികമായി ഇന്ത്യയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഓക്കെ, ഇനി മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നതാണ്. ബൈ, താങ്ക് യു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.